ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് തിരുവനന്തപുരത്തെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ്, അഥവാ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഈ അടുത്തായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തിരുവനന്തപുരം നോർത്തായിട്ട് മാറ്റിയത്, പഴയ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാനിന്ന് ഇവിടുന്ന് ഉത്തരാഖണ്ഡിലേക്ക് ഒരു യാത്ര പോവാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. എൻഡ് ടു എൻഡ് ജേണിയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9:10 ഉത്തരാഖണ്ഡിലെ യോഗിനഗർ ഋഷികേശിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അതിൽ എൻഡ് ടു എൻഡ് യാത്രയാണ്. ഈ ഒരു വണ്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ, ഋഷികേശ് ഇവിടത്തേക്ക് പോകാൻ കേരളത്തിൽ നിന്നുള്ള ആകെ ഒറ്റൊരു വണ്ടി മാത്രമേ ഉള്ളൂ. ഒരേ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി, യോഗിനഗർ ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 6. ഇവിടെ ഒന്നല്ല മെയിൻ എൻട്രൻസ് വരുന്നത്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ ഒന്നല്ല മെയിൻ എൻട്രൻസ് വരുന്നത്. മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത് അപ്പുറത്തെ ഭാഗത്താണ്, പ്ലാറ്റ്ഫോം നമ്പർ 6. നമ്മളെ വണ്ടി പുറപ്പെടുക 6 എന്നായിരിക്കും, പ്ലാറ്റ്ഫോം നമ്പർ 6 എന്നായിരിക്കും. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്നുള്ള കാഴ്ച എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ വന്ന് പോയതില്ലോ, അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് അപ്പുറത്ത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫുട് ഓവർ അടിച്ച് കയറിയിട്ട് നേരെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അവിടെയാണ് നമ്മളെ വണ്ടി ഉള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3 അവിടെ. പിന്നെ ഒരു യാർഡാണ്. ആ യാർഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറമാണ് 4, 5, 6 പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. ഒരു വ്യത്യസ്തമായൊരു പാറ്റേൺ ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയൊക്കെ എന്താ അറിയാം, വലിയ ഫുട് ഓവർ ബ്രിഡ്ജാണിത്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. അങ്ങ് അവിടെ കേരള എക്സ്പ്രസിൻ്റെ റേക്കൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇൻഡോർ കൊച്ചുവേളി അതും കാണുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5 ഇൻഡോർ കൊച്ചുവേളി ഉണ്ട്. റോയാപുരത്തിൻ്റെ 37-114 WP7 ആണ് നമ്മളെ ലോക്കോമോട്ടീവ് വരുന്നത്, യോഗിനഗർ ഋഷികേശ് സൂപ്പർ ഫാസ്റ്റിൻ്റെ. പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, പുറത്തോട്ട് മാറിയിട്ടാണ് ഈ ഒരു ലോക്കോമോട്ടീവ് ഉള്ളത്. പിന്നെ ഇവിടത്തേക്ക് വരാനുള്ളൊരു ചെറിയ വഴിയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ വന്നിട്ട് ലോക്കോൻ്റെ വീഡിയോ എടുത്ത് ഈ ഒരു ലോക്കോ തന്നെയായിരിക്കും അങ്ങ് ഋഷികേശ് വരെ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന ലോക്കോമോട്ടീവ്. കൊച്ചുവേളി യോഗിനഗർ ഋഷികേശ് ട്രെയിനിൻ്റെ നെയിം ബോർഡായി കാണുന്നത് 226-59 അങ്ങോട്ട് പോകുമ്പോഴും യോഗിനഗറിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് വരുമ്പോൾ 226-60. റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ തിരുവനന്തപുരം നോർത്ത് എന്നൊക്കെ ആക്കി. പക്ഷേ ട്രെയിനിൽ ഇപ്പോഴും കൊച്ചുവേളി തന്നെയുണ്ട്. ഇവിടത്തേക്ക് വരുന്ന എല്ലാ വണ്ടികളുടെയും നെയിം ബോർഡിൽ ഇപ്പോഴും കൊച്ചുവേളി തന്നെയാണ്. ഇതൊക്കെ തിരുവനന്തപുരം നോർത്തൊക്കെ ആക്കിയിട്ടാ. പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റായി കാണുന്നത്. ഇതിലൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ ഒട്ടും തിരക്കില്ല. ട്രെയിൻ വിടാനാകെ ഇതാ 9:10 എടുക്കും, ഇപ്പോൾ 8:53. എന്നിട്ടും ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആൾക്കാരൊന്നും വന്നിട്ടില്ല. അതുപോലെ സ്റ്റേഷൻ്റെ അകത്തുള്ള ഈ ലൈറ്റിൻ്റെ പോസ്റ്റിനൊക്കെ ഉള്ള ഒരു നെയിം ബോർഡില്ലേ, അതിലൊക്കെ ഇപ്പോഴും കൊച്ചുവേളി തന്നെയാണ്. പിന്നെ ഇതാ ഒരു ഫ്ലൈറ്റ് പോകുന്നതാ, ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എയർപോർട്ട്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടെ നിൽക്കാനില്ല, അങ്ങനെ മിനിറ്റിന് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഇത്ര അടുത്തൊക്കെ കാണുന്നത്. എന്നത്തെയും പോലെ സ്ലീപ്പർ ക്ലാസ് തന്നെയാണ് ഇന്നത്തെ യാത്ര. ഋഷികേശ് വരെ ഉണ്ടാവുമെന്നറിയില്ല. 3 ഇതിലാണ്. 52 മണിക്കൂർ ഇതിലാണ്. 9:10 എടുക്കേണ്ട വണ്ടി 9:17 അടുത്ത്. ഒരു ലോങ് യാത്രയുടെ തുടങ്ങിയാണ്. 3100 കിലോമീറ്ററോളം ഇനി ഓടാണ്ട് നമുക്ക്. ഏകദേശം 52 മണിക്കൂറും 25 മിനിറ്റും ഇനി ഈ വണ്ടിക്കകത്താം. 3 ദിവസം. ഇപ്പോൾ വെള്ളിയാഴ്ച ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഞായറാഴ്ച ഉച്ചക്ക് 1:30 ഋഷികേശിലെത്തും നമ്മൾ. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനോട് വിടപ്പം. ഇത് ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ വഴി പോകുന്നത്. ഞാൻ നേരത്തെ ഇവിടെയാണ് ലോക്ക് കാണാൻ വന്നത്.
ഈ വണ്ടിക്ക് സ്റ്റോപ്പും വളരെയധികം കുറവാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ 27 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഋഷികേശ് വരെ പോകുന്നതിൽ. മാത്രമല്ല കോട്ട കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇന്ത്യയിൽ വളരെയധികം ചുരുക്ക വണ്ടികളെ അത് അച്ചീവ് ചെയ്തിട്ടുള്ളൂ. അതിലൊരു വണ്ടി ഇത്. പിന്നെ അടുത്ത സ്റ്റോപ്പ് കൊല്ലം, പിന്നെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ ഡൗട്ടുണ്ടോ എന്നറിയില്ല, പിന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ട്രെയിൻ ഇതാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു കർവ്, കൊല്ലം ജംഗ്ഷൻ കയറുമ്പോൾ തന്നെയുള്ള ഒരു കർവ്. കൊല്ലം ജംഗ്ഷൻ പുതിയ റെയിൽവേ സ്റ്റേഷനായി കാണുന്നത്. നല്ല അടിപൊളി സ്റ്റേഷനാണ്. ലോകത്തെ 3ാമത്തെ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൻ്റെ ആദ്യത്തെ ഹൾട്ട് കൊല്ലം. 10:05 ഇവിടെ എത്തേണ്ടത്, ഒരു 25 മിനിറ്റ് ഡിലേ ഉണ്ട്. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തോട്ടാ. ഞാൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലപ്പുഴ. ഈ കാണുന്ന പ്ലാറ്റ്ഫോമാണ് വേൾഡ് ലോങ്ങസ്റ്റ് 3rd പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം ഈ പുനലൂർ ഭാഗത്തേക്ക് വന്ന പ്ലാറ്റ്ഫോം. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ മെല്ലെ പോകാനുള്ള കാരണം ഇവിടെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള കാരണമാണ്. ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടി. ഇനി ഇവിടുന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകും നമ്മളെ വണ്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ റൂട്ടിൽ. ആ കാണുന്ന ലൈന് നേരെ കോട്ടയം ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അത് കോട്ടയം ഭാഗത്ത് വരുന്ന ലൈനാണ്. ട്രെയിൻ ഇതാ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ മല്ലയാ പോകുന്നത്. ഇതിന് കാരണം വെറും തല്ലട്ടെ, ഇവിടെ മൊത്തം പണി നടക്കുന്നുണ്ട്. ഈ ഒരു റൂട്ടിൽ കയറിയപ്പോൾ തൊട്ട് ഈ ഒരു സ്പീഡിലാണ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം പണികളാണ്. മറ്റേ ട്രാക്ക് ചേഞ്ചിൻ്റെ അവിടുത്തെ പോയിന്റ് മാറ്റുന്ന പണിയാണ് ഇവിടെ മൊത്തം.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ ഒരുപാട് ലെവൽ ക്രോസിംഗ് ആയപ്പോൾ ഇപ്പം തന്നെ ഒരു 10-12 ലെവൽ ക്രോസിംഗ് ഉണ്ട്. നമ്മളവിടെ കാസർഗോഡ് നിന്ന് പയ്യന്നൂർ എത്തുന്നവരെ ആകെ ഉണ്ട് 10 ലെവൽ ക്രോസിംഗ്. ഇത് 2 സ്റ്റേഷൻ ആയത്ര കായംകുളം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് 12 ലെവൽ ക്രോസിംഗ് കിടക്കുന്ന കണ്ട്. ഒരുപാട് ലെവൽ ക്രോസിംഗ് ഉണ്ട്, അതുകൊണ്ട് സ്പീഡും വളരെ കുറവാണ്. രാജധാനിക്ക് പോകുന്ന റൂട്ടാണ് ഇത്. ഇപ്പൊ ഈ ഒരു വർക്കാരനാണ് നല്ല പോകുന്നത്. ട്രാക്കൊന്നും മാറ്റിയിട്ടില്ല, പഴയ ട്രാക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. അത്ര ഇവിടെയൊക്കെ ട്രാക്ക് അടക്കം കൊണ്ട് ഇഷ്ടമുള്ളത്. ട്രെയിൻ ഇതാ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 11:20 എത്തേണ്ട വണ്ടിയാണ്. സമീപം 12 മണിയായി, 11:59, 12 മണീൻ്റെ അടുത്തായി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ 40 മിനിറ്റ് ഡിലേ ആണ് ഈ ട്രെയിൻ. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് ആലപ്പുഴയിൽ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷൻ. ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോഴൊക്കെ ട്രെയിൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഇവിടുന്ന്. ട്രെയിനിൻ്റെ അകത്തൂടെ ഫുഡൊക്കെ പോകുന്നുണ്ട്. എന്നെ അകത്തൂടെ വാങ്ങാം. എറണാകുളം ജംഗ്ഷൻ എന്നൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അവിടെ ഓരോരോ വിലയാണ്. അതിനായിട്ട് നല്ല ട്രെയിൻ വാങ്ങുന്നത് ഞാൻ. ട്രെയിൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കൊരു ക്രോസിങ്ങും കിട്ടി, ഇതിനൊരു ഓവർടേക്കും കിട്ടി. ഇതിന് ഒരു ക്രോസിങ് കിട്ടി, ഇതിനൊരു ഓവർടേക്കും കിട്ടി. ഇത് നമ്മളായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്ദേ ഭാരത് വരുന്നുണ്ട്. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, കേരളത്തിൻ്റെ 2ാമത്തെ വന്ദേ ഭാരത് വരുന്നുണ്ട്. എത്തി. അത് ഇത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് കേട്ടോ. ഇതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ക്രോസ് ചെയ്യാണ്. ഞാനൊരു വെജ് ബിരിയാണി വാങ്ങിച്ചു. 100 രൂപയാണെന്ന് പറഞ്ഞത്. എരിവുമില്ല, പൊടിവുമില്ല, മധുരമില്ല, ഒന്നുമില്ല. ഇത് ബിരിയാണി എന്തോ. പിന്നെ മിഡിൽ ബർത്ത്ഡേ വന്ന് വെച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. സമീപം 1:06. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ വാങ്ങിച്ച ബിരിയാണി ഒരു വാഗൊക്കെ കൊള്ളൂല. പിന്നെ അങ്ങനെല്ലോ കഴിച്ച്. ചിക്കൻ ബിരിയാണി വാങ്ങാത്ത ഭാഗ്യം, വെജ് വാങ്ങിയ ഭാഗ്യം. മസാല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. ആകെ ചോറും പിന്നെ ഒരു എന്തോ പയറാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഇത് കണക്ക് തന്നെ ഇരിക്കും. ഇതിൽ ചിക്കൻ റേഷനോടിൽ തരും, അത്ര തന്നെ. ധൻബാദ് ആലപ്പുഴൻ്റെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കാൻ ഇവിടെ. എറണാകുളം ജംഗ്ഷൻ, ധൻബാദ് ആലപ്പുഴ.
ഇന്ത്യൻ റെയിൽവേൻ്റെ വൃത്തികെട്ട ട്രെയിനുകൾ വന്നു. ട്രെയിൻ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ പാലക്കാടിലേക്ക് പോകുന്ന ലൈനാണ്. പിന്നെ ഇവിടെ കാടും മരങ്ങളൊക്കെ ഉണ്ടായി മൊത്തം വെട്ടി മുറിച്ച് മാറ്റി. അതുകൊണ്ട് ഇപ്പോൾ പാലക്കാടിലേക്ക് പോകുന്ന ലൈന് മറ്റേ ഷൊർണൂറിൽ നിന്ന് പാലക്കാടിലേക്ക് പോകുന്ന ലൈനും കാണുന്നുണ്ട്. ഇവിടുന്ന് അവിടെ ദൂരെ കാണുന്ന ലൈൻ കണ്ട അവിടെ എനിക്ക് ചെറിയ രീതിയിൽ ബോർഡൊക്കെ കാണാൻ സാധിക്കും. അത് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പാലക്കാടിലേക്ക് പോകുന്ന ലൈനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഇവിടെ കാടൊക്കെ വെട്ടി മാറ്റിയതാണ്. ട്രെയിൻ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 7ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കി പ്ലാറ്റ്ഫോമുകളൊക്കെ കാലിയെ കിടക്കുകയാണ്. അങ്ങ് അവിടെ നിലമ്പൂരിലോട്ട് പോകുന്നൊരു വണ്ടിയുണ്ട്. ബാക്കി മൊത്തം ഇവിടെ കാലിയെ കിടക്കുകയാണ്. ഇപ്പോൾ 3:05 ഇവിടെ വന്നിട്ട് 3:10 എടുക്കേണ്ട വണ്ടിയാണ്. ഓൾറെഡി 2 മിനിറ്റ് ബിഫോർ ടൈമാണ്. 3:03 ഇപ്പോൾ സമയം. അതുപോലെ തന്നെ ഈ ട്രെയിൻ 10 സംസ്ഥാനങ്ങൾ കടത്തിട്ടാണ് പോകുന്നുള്ളത്. ഇപ്പോൾ കേരളത്തിന് വിട്ട് കഴിഞ്ഞാൽ അടുത്തത് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എങ്ങനെയാണ് ഈ വലിയ സംസ്ഥാനം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹരിയാനയിൽ ഇതിന് എവിടെയും സ്റ്റോപ്പില്ല. പിന്നെ ഇത് ഡൽഹി വഴിയാണ് പോകുന്നത്. വെളുപ്പിന് മറ്റൊന്ന് രാവിലെ വെളുപ്പിന് ഒരു 5:05 ടൈം ആകുമ്പോൾ ഡൽഹി എത്തും. ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തും. അപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറിയും കൂടി ഇത് കടന്നു പോകുന്നുണ്ട്. ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടോ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ്. തിരൂർ സ്റ്റോപ്പില്ല ഇതിന്. ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവെത്താനായി. തിരൂർ സ്റ്റോപ്പില്ല. ഇപ്പോൾ സ്കിപ്പ് ചെയ്യും. ട്രെയിൻ ഇപ്പോൾ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിർത്താനുള്ള കാരണം 4 പരശുരാമുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 പോയിട്ട് പരശുരാമിന് ഔട്ടൊക്കെയാണുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് 4:30 കോഴിക്കോട് നിന്ന് വന്ദേ ഭാരത് പുറത്തോട്ട് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. കല്ലായിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 വന്ദേ ഭാരതയും കണ്ടു. ഇപ്പോൾ പോയത് കാസർഗോഡ് വന്ദേ ഭാരത്, തിരുവനന്തപുരം കാസർഗോഡ്. രാവിലെ നമ്മൾ കണ്ടത് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത്. കോഴിക്കോടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരശുരാമും കോഴിക്കോടും നല്ലൊരു അഗാധ ബന്ധമാണ്. ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി കുറേ സമയമായിട്ട് ഇനി ഇത് പോയിട്ടേ അത് പോവും. നിങ്ങൾ കണ്ണൂർ
അല്ല സോറി, നിങ്ങൾ വടകര, കൊയിലാണ്ടി, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ, പയ്യന്നൂർ ആ ഭാഗത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് കോഴിക്കോട് വരെ വരാം. കോഴിക്കോട് നിന്ന് പരശുരാമിൽ പോയാൽ പോരാ. തിരുവനന്തപുരത്ത് നിന്ന് പരശുരാമിൽ കയറി മുടിയതങ്ങട്ട് നല്ലത് ഇവിടം വരെ ഇതിൽ സുഖമായിട്ട് വരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടേ അവിടത്തേക്ക് മാറിക്കറിയാൽ മതിയല്ലോ. കാരണം ഇതിന് അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ, അത് കഴിഞ്ഞാൽ കാസർഗോഡ്. നമ്മളെ കോച്ച് വെസ്റ്റേൺ റെയിൽവേൻ്റെയാണ്, അതുപോലെ തന്നെ 2022 മെയ്ഡ് കോച്ചാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെ കുഷനിങ്ങൊക്കെ നല്ല കുഷനിങ്ങാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിന് എല്ലാ വെള്ളിയാഴ്ചയാണ് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുക. കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പുറപ്പെട്ട് കഴിഞ്ഞാൽ ശനി, ഞായർ ഉച്ചയ്ക്ക് അവിടെ എത്തും. പിന്നീട് അവിടുന്ന് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഉച്ചയ്ക്ക് ഇവിടെ എത്തും, കൊച്ചുവേളി എത്തും. പിന്നെ വ്യാഴാഴ്ച ഫുള്ള് മീഡിയൻസ് ആണ്. പിന്നെ വെള്ളിയാഴ്ച അതിനും പോകും. പിന്നെ ഇത് മൺസൂൺ ടൈമിൻ്റെ സമയത്താണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ 4:10 അടുക്കൽ, നോൺ മൺസൂൺ ടൈമാണെങ്കിൽ 9:10. ഞാൻ ഇപ്പോൾ വന്ന അതേ ടൈമാണ്. ട്രെയിൻ ഇതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5:52 ഞാൻ ഇവിടെ എത്തേണ്ടത്. 5:50 എടുക്കേണ്ട വണ്ടി സമയം ഇപ്പോൾ 6 മണി. 6:05 ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന യശ്വന്തൂർ എക്സ്പ്രസ് അത് ഇവിടെ തന്നെ കാത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കൂടി എളുവാക്കി. കൃഷ്ണരാജപുരം WP7. കണ്ണൂർന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. 6:05 6:06. ഇപ്പുറത്തുനിന്ന് കണ്ണൂർ യശ്വന്തൂർ എക്സ്പ്രസും ഡിപ്പാർട്ട് ചെയ്തു. അടുത്ത സ്റ്റോപ്പ് കാസർഗോഡ്. പയ്യന്നൂരൊന്നും സ്റ്റോപ്പില്ല, കാഞ്ഞങ്ങാടൊന്നും സ്റ്റോപ്പില്ല, കാസർഗോഡ്. ട്രെയിൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് ഈ ട്രെയിനിൻ്റെ കേരളത്തിലെ അവസാന സ്റ്റോപ്പായ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് മംഗളൂരു ജംഗ്ഷൻ. ട്രെയിൻ നമ്പർ 2265 കൊച്ചുവേളിയിൽ നിന്നും യോഗനഗരി ഋഷികേശ് വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു വന്നിരിക്കുന്നു. 1 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇതാ ഡിപ്പാർട്ട് ചെയ്യുകയാണ്. സോ കേരളത്തിലെ അവസാന സ്റ്റോപ്പ് ഇവിടുന്ന് ട്രെയിൻ എടുത്തു.
ഇപ്പോൾ നമ്മളിങ്ങനെ കേരള വിടുകയാണ്. ഇനി 10 ദിവസം ഞാൻ കേരളത്തിന് പുറത്തായിരിക്കും. അപ്പോൾ ബൈ ബൈ കേരള. കാസർഗോഡ് ആയിട്ട് നല്ല സ്പീഡിൽ വരുന്നുണ്ടായ ട്രെയിനാണ്. ഇവിടെ ആരോ ഒരാൾ ചെയിൻ വലിച്ചിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ ചെയിൻ വലിച്ചിട്ട് ഇവിടെ നിന്നു. ഇതാ ഈ ഒരു കോച്ചിൽ നിന്നാണ് ചെയിൻ വലിച്ച്. രണ്ടാൾക്കാരാണ് ഫുള്ള് പരിശോധിച്ച് നോക്കുകയാണ് ഏത് കോച്ചിൽ നിന്നാണ് ചെയിൻ എവിടെ നിന്നാണ് ചെയിൻ വലിച്ചതെന്ന് ഇവർക്ക് പരിശോധിച്ച് മനസ്സിലാകുന്നില്ല. ട്രെയിൻ കർണാടകയിലേക്ക് കയറിയിട്ടാ. കേരളമൊക്കെ മാറി കർണാടകയിൽ ആദ്യത്തെ സ്റ്റേഷനായ മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 8:10 എത്തേണ്ട വണ്ടിയാണ്. 8:5 എത്തേണ്ട വണ്ടിയാണ്. 8:10 എത്തിയത്. ഇവിടുന്ന് 8:15 എടുക്കുള്ളൂ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഈ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം നോർത്ത് കണ്ട നോർത്ത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ചിലയിടത്ത് കൊച്ചുവേളി എന്നാണ് പറയുന്നുള്ളത്. പിന്നെ തൃശ്ശൂരിൽ നോർത്ത് തന്നെ പറയുന്നുണ്ട്. ഇവിടെ നോർത്ത് പറയുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 9:20 എത്തേണ്ട വണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ 10:15 എത്തിയിരിക്കുന്നത്. കൊങ്കലിൽ കയറിയിട്ടാകുമ്പോൾ കുറച്ച് ഡിലേ ആയി. നമ്മളിപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് 676 കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉടുപ്പി വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. കാരണം ഇതിപ്പോൾ ഋഷികേശ് വരെ എടുക്കുകയാണെങ്കിൽ കുറേ ലോങ് ഉണ്ടാവും. 3 പകലുണ്ടല്ലോ. അപ്പോൾ 3 പാർട്ടായിട്ട് എടുക്കാമെന്നാണ് പ്ലാൻ. അപ്പം ഈ ഒരു വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് ഇവിടുന്ന് എണീക്കുന്ന അവിടെ നമുക്ക് അടുത്ത പാട്ട് തുടങ്ങാം. അപ്പം ഈ ഒരു പാട്ട് വിളിച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് കാണുന്നതായിരിക്കും എല്ലാവരും. ബൈ.